അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മഖ്ലൂഖീൻ സയ്യിദിന വനബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വഇത്രതിഹി വസ്സാലിഹീന അജ്മഈൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മുഖത്താണ് നമ്മളുള്ളത്. ഈ ദിനം വർഷം തോറും ആചരിച്ചു പോരുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം മനുഷ്യരിൽ സ്വാതന്ത്ര്യബോധം ഉണർത്തുക എന്നതാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് സ്വതന്ത്രനാണോ അടിമയാണോ എന്ന ഒരു ചോദ്യമുണ്ട്. സ്വതന്ത്രനാണ് എന്ന് പറയുന്നത് ശരിയാണ്, അടിമയാണ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ചില കാര്യങ്ങളിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, ചില കാര്യങ്ങളിൽ മനുഷ്യൻ അടിമയാണ്. എല്ലാവരും അടിമകളാണ്. അതിൽ ആളുകൾക്കിടയിൽ വിവേചനങ്ങളൊന്നുമില്ല. അടിമ രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നില്ല പണ്ടുണ്ടായിരുന്നു. അന്നും മനുഷ്യർ ഏതോ ഒരർത്ഥത്തിൽ അടിമകളാണ്. സാകല്യാവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ അടിമകളൊന്നുമല്ല, സ്വതന്ത്രനാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടാത്ത, മനുഷ്യന് സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു കാലം ഒരു മനുഷ്യൻ്റെ കാര്യത്തിലോ ഉണ്ടായിട്ടില്ല എന്നതായിരിക്കും ഒരു പക്ഷെ ശരി. അപ്പം ഇതൊരു ആപേക്ഷിക കാര്യമാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചരിത്രം അങ്ങനെയാണ് ആ കാലത്തെ അടിമത്തത്തിൻ്റെ കാലമായിട്ട് കണ്ടു. ഇപ്പോൾ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. സ്വതന്ത്ര രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് പോലെ. പക്ഷേ മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ലല്ലോ. സ്വതന്ത്രനായിട്ട് മനുഷ്യന് ഇവിടെ ഒരിക്കലും ജീവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യനെങ്ങനെ സാമൂഹിക ജീവിയാകുമ്പോൾ സ്വതന്ത്രനാവുക? വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം. അപ്പോൾ സമൂഹത്തിന് വേണ്ടി മനുഷ്യൻ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതൊരു തരത്തിൽ അടിമത്തമാണ്. ഞാൻ ഉദ്ദേശിച്ചതൊക്കെ എല്ലാ സമയത്തും എങ്ങനെയും ചെയ്യാം എന്ന അവസ്ഥയിൽ എനിക്കൊരു സാമൂഹിക ജീവിയായിരിക്കാൻ സാധ്യമല്ല. ഇനിയിപ്പോൾ മനുഷ്യൻ നാഗരികത പ്രാപിക്കുന്നതിൻ്റെ മുമ്പ് ഗുഹയിൽ, കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് അന്നും അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പാരതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന് മേൽ അടിച്ചേൽപ്പിക്കുന്ന പാരതന്ത്ര്യത്തെക്കുറിച്ചാണ്. മനുഷ്യന് പുറത്തിറങ്ങാതെ ഗുഹയിൽ ജീവിച്ചിരുന്ന കാലത്തോ അന്നിപ്പോൾ മനുഷ്യരാരും മനുഷ്യനെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ വന്നിരുന്നില്ല. പക്ഷെ അന്നും അവൻ സ്വതന്ത്രനല്ല. ഇര തേടാൻ പുറത്ത് ഇറങ്ങാൻ പോലും മനുഷ്യന് പറ്റിയിരുന്നില്ല. കാരണം പുറത്തിറങ്ങുമ്പോൾ മറ്റു ജന്തുക്കൾ മനുഷ്യനെ ഭക്ഷണമാക്കും. ആ കാലത്ത് 20-30 വയസ്സൊക്കെ മനുഷ്യന് ജീവിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ര ഭക്ഷണം കിട്ടിയിരുന്നുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് അപകടപ്പെട്ടിട്ടുണ്ടാകും. മറ്റു ഹിംസ്ര ജന്തുക്കൾ അവനെ ഭക്ഷണമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെ നോക്കിയാലും മനുഷ്യൻ സ്വതന്ത്രനാവുക എന്നുള്ളത് ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഒരർത്ഥത്തിൽ. അപ്പോൾ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ കൂടുതൽ ഒരു അക്കാദമിക് സമൂഹം എന്ന നിലയ്ക്ക് കൂടുതൽ ആലോചിക്കേണ്ടതാണ്. വിദേശികൾ രാജ്യം ഭരിച്ചിരുന്നു, അപ്പോൾ അവരുടെ നുഖത്തിന് കീഴിലായിരുന്നു നമ്മൾ. അപ്പം നമ്മൾ അടിമകളായിരുന്നു എന്ന് വെച്ചാൽ വിദേശികളായാൽ എന്താണ് സംഭവിക്കുന്നത്?
ആത്യന്തികമായി അതിൻ്റെ അർത്ഥം നമുക്ക് പല കാരണങ്ങളാൽ ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുള്ള ആളുകളായിരുന്നു നമ്മൾ അന്ന് ഭരിച്ചിരുന്നതെന്ന് നമ്മൾ ചുരുക്കി പറയേണ്ടി വരും. വിദേശികളെന്ന് പറയുന്ന ആളുകൾ ഇപ്പം ഇന്ന് അവർ മാത്രമാണ്, അല്ല, വിദേശികളെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇപ്പം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മാത്രം സ്വദേശികളും ബാക്കിയുള്ളവരൊക്കെ വിദേശികളാണെന്നാണ്. അതൊരു ചരിത്രപരമായ വസ്തുതയാണല്ലോ. അപ്പോൾ പിന്നെ ഏതോ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ എങ്ങനെയാണ് വിദേശികളാകുന്നത്? അതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളത് തന്നെ ആലോചിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വദേശ വിദേശ വിവേചനം എങ്ങനെയാണ്? ഏതാണ് സ്വദേശം, ഏതാണ് വിദേശം? ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം, അത് ഇന്ന് നമ്മളതിന് വരച്ചിട്ടുള്ള അതിർവരമ്പുകൾ, അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ സ്വദേശികൾ, അതിൻ്റെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ വിദേശികൾ. അവിടെ തർക്കമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന അതിർവരമ്പുകൾ, ആ അതിർവരമ്പുകൾക്ക് പുറത്തുള്ള രാജ്യങ്ങൾ വിദേശമല്ല സ്വദേശമാണ്, അതും ഇന്ത്യയുടെ ഭാഗമാണ്. അങ്ങനെ വായനയുണ്ട്, ചരിത്രമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് മനുഷ്യൻ്റെ അടിമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ആലോചനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിരിക്കട്ടെ, നമ്മളിപ്പോൾ വിദേശികളെ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചതിൻ്റെ ഒരു ആഘോഷമാണിത്. അങ്ങനെ വിദേശികളെ പറഞ്ഞയച്ചാൽ നമുക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. കിട്ടിയ സ്വാതന്ത്ര്യം എന്താണ്? നമ്മളിന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യം, മനുഷ്യന് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, മനുഷ്യന് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല, വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല. പിന്നെ പാരതന്ത്ര്യം പോയിട്ട് കിട്ടിയത് സ്വാതന്ത്ര്യമല്ല, കൂടുതൽ പാരതന്ത്ര്യമാണ്. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ എന്താ പരിഹാരം? ഇപ്പോൾ പിന്നെ PG തലത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ഉണ്ടല്ലോ കൂട്ടത്തിൽ. അപ്പോൾ അവരൊക്കെ ഇത് ആലോചിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചില അർത്ഥങ്ങൾ അന്തിമമായിട്ട് മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്ന അർത്ഥങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറയാം, ഇല്ലയെന്നും പറയാം. നമ്മൾ ഉദ്ദേശിച്ചത് മുഴുവൻ ഇവിടെ നടക്കൂല. അപ്പോൾ പാരതന്ത്ര്യമാണ്. എന്നാൽ പലർക്കും കിട്ടാത്ത പലതും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ശരാശരിയിൽ മനുഷ്യന് തീർച്ചയായിട്ടും വകവെച്ച് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ആചരിക്കാനും വിശ്വസിക്കാനും ഒക്കെ മറ്റുള്ളവർ തടസ്സം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ അവരർത്ഥത്തിൽ അവൻ സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ അനുവദിച്ചു കിട്ടിയിരുന്നു. അത് മനുഷ്യനെ അനുവദിച്ചു കൊടുക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന രചിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ നടക്കുന്ന ശ്രമം ആ ഭരണഘടനയുടെ അർത്ഥങ്ങൾ മാറ്റിക്കുറിക്കാനും എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടും മറികടക്കാൻ പറ്റാത്ത വിധത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാനും തള്ളിക്കളയാനുമുള്ള ശ്രമങ്ങളാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും? മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. മാ കുല്ലുമായ തമന്നൽ മർഉ യുദ്രിക്കുഹു തെജിരി റിയാഹു ബിമാ ലാ തശ്തഹി സുഫുനു. മനുഷ്യൻ ആഗ്രഹിച്ചത് എല്ലാം കിട്ടൂല. കപ്പൽ ആഗ്രഹിക്കാത്തിടത്ത ദിശയിലേക്കായിരിക്കും
കാറ്റൊഴുകി വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അത് ഇന്ത്യയുടെ ഭരണഘടന വരച്ചു വച്ചിട്ടുണ്ട്. അത് നമ്മൾ പരമാവധി നേടിയെടുക്കാൻ പരിശ്രമിക്കുക, കിട്ടിയത് പരമാവധി പ്രയോജനപ്പെടുത്തുക, അത് അകത്തും പുറത്തും പ്രയോജനപ്പെടുത്തുക. നമുക്ക് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് എന്ത് തരുന്നു, എന്ത് തരുമെന്ന് എഴുതി വച്ചിട്ടുണ്ട്, അതിനെ ഒരു ആശയമായിട്ട് നമ്മൾ കാണുകയും അത് ഒരാശയമായതുകൊണ്ട് നമ്മളതിനെ സ്വാംശീകരിക്കുകയും അത് നമ്മൾ എല്ലാ സമയത്തും ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുക. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, വേണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് അർത്ഥം വെക്കുകയും അതിനൊരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. ആ മാനദണ്ഡ പ്രകാരം ആ സ്വാതന്ത്ര്യം നമുക്ക് ഉള്ളിൽ തമ്മിൽ വാപ്പ മക്കളോട്, മക്കൾ വാപ്പയോട്, കുടുംബത്തിലെ അംഗങ്ങളോട്, ഗ്രാമത്തിലെ ചുറ്റുവട്ടത്തും ജീവിക്കുന്നവരോട് പുലർത്തൂല എന്ന് വന്നാൽ നമ്മളൊരാശയം എന്ന നിലക്ക് ഈ സ്വാതന്ത്ര്യത്തെ ഉൾക്കൊണ്ടിട്ടില്ല, സ്വാംശീകരിച്ചിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സംഭവിച്ചത് വളരെ വ്യക്തമാണ്. നമുക്ക് ഓരോ സമയത്ത് ഓരോ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഇച്ഛകളും ഇംഗിതകളും വാശികളും ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കും. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പല ആളുകളും വലിയ വായ്ക്ക് വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരത് മാറ്റി പറയും, ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥം. അത് ആ ഉൾക്കൊള്ളൽ അക്ഷരാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനം അതിൻ്റെ യുവത്വത്തിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്ത് ഇന്ന് തന്നെയും നമ്മൾ അനുഭവിക്കുന്ന, നമുക്ക് പരിരക്ഷ നൽകുന്ന ഭരണഘടന ഉണ്ടായത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തൊട്ട് കുറച്ചു കാലം അതിൻ്റെ കാവലാളുകളെ നമുക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ നമുക്ക് ഇതിന് കാവൽ നിൽക്കാൻ മതിയായ ശേഷി ചുരത്തുന്ന ആളുകളെ കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട്. മതിയായ ശേഷി ഉള്ളിലുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വരാൻ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണതകളെയാണ് യുവസമൂഹം പ്രതിരോധിക്കേണ്ടത്. യുവസമൂഹം സ്വാതന്ത്ര്യം എന്ന വിലപ്പെട്ട ആശയത്തെ ആഴത്തിൽ സ്വാംശീകരിക്കുകയും അവരുടെ ജീവിതത്തിലുടനീളം ആ സ്വാതന്ത്ര്യ ബോധം അവർ പ്രകടിപ്പിക്കുകയും അവർ എവിടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ അടവ് നയം എന്ന രീതിയിൽ സ്വാതന്ത്ര്യം എന്ന വലിയ ആശയത്തെ നമ്മൾ ചുരുക്കി കാണുന്നത് ആപൽകരമാണ്. സ്വാതന്ത്ര്യ ബോധമില്ലാത്തൊരു സമൂഹത്തിന് ഒരു കാരണവശാലും സ്വതന്ത്രമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. ആരാണ് രാജ്യം കെട്ടിപ്പടുക്കുന്നത്? യുവതയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യുവാക്കളാണ്. യുവാക്കൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി സ്വതന്ത്രമായി ചിന്തിച്ച് യുക്തിചിന്തക്ക് വേണ്ട അളവിൽ വളവും വെള്ളവും നൽകി മുന്നോട്ട് പോകണം. അപ്പോൾ മാത്രമേ ഈ രാജ്യത്തിന് മോചനം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ ഈ രാജ്യം അക്ഷരാർത്ഥത്തിൽ സ്വതന്ത്രമാവുള്ളൂ. അതിന് വിദ്യാർത്ഥികൾ, അക്കാദമിക് സമൂഹം സ്വന്തത്തെ പരിശീലിപ്പിക്കുകയും സ്വന്തത്തിൽ തന്നെ അതിനു വേണ്ടിയുള്ള റിഹേഴ്സലുകൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇസ്ലാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്ലാം അങ്ങനെയാണ്
ഒരു വലിയ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ലോകത്തിന് ബോധിച്ചത് കൊണ്ടാണ് ഇസ്ലാം ലോകത്താകെ പരന്നൊഴുകിയത്. ആ ഒഴുക്കിപ്പോഴും തുടരുകയാണ്. അതിൻ്റെയൊക്കെ ഉള്ള് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ സ്വതന്ത്ര ചിന്തയാണ്. ഹദീസുകളിൽ കാണാം, ഫഇദാ നസൽത ബിസാഹതിഹിം ഫഖുൽ ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എവിടെയും ചെന്ന് ആരെയും സമീപിച്ച് ആശയം പറയുക, തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിക്കാൻ മനുഷ്യന് പറ്റാത്ത കാലം, അതിൻ്റെ പേരാണ് പാരതന്ത്ര്യം. അങ്ങനെ മനുഷ്യന് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത കാലം മനുഷ്യന് സംജാതമാകുന്നത് ഏത് ഭൂമിയിലാണെന്നുള്ളത് വിഷയമേ അല്ല. ഇനി ഇതിലേറെ വലിയ സ്വാതന്ത്ര്യമുള്ള എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് വ്യവസ്ഥകളുള്ള ഒരു രാജ്യത്ത് മനുഷ്യൻ വാ മൂടിക്കെട്ടിയിട്ട് ചെന്ന് പാർത്താൽ വെറുതെ അവൻ സ്വതന്ത്ര രാജ്യത്താണ് ജീവിക്കുന്നത് പറയാന്നല്ലാതെ അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കണില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് മനുഷ്യൻ കൂടുതൽ വായിക്കുകയും കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ചിന്താ സ്വാതന്ത്ര്യമാണ്. ചിന്താ സ്വാതന്ത്ര്യം ഇപ്പോൾ ഒരു കാലത്ത് വായടക്കൂ പണിയെടുക്കൂ എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യനായി കാണാതിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വാ തുറന്ന് ഒന്നും സംസാരിക്കാതെ ബാക്കി സമയത്തൊക്കെ വാ മൂടിക്കെട്ടി ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്, ആത്മഹത്യാപരമാണ്. പിന്നെ എന്തിനാ മനുഷ്യൻ ജീവിക്കണത്? മനുഷ്യന് പട്ടിണി കിടക്കുന്ന സമയത്തും സ്വതന്ത്രമായി ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൊട്ടിയാണ് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആരും മിണ്ടാണ്ടിരുന്നിട്ടില്ല. മനുഷ്യൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഇല്ല. ഇന്നും പട്ടിണി അനുഭവിക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അവിടെയൊക്കെ ഇപ്പറഞ്ഞ തത്വം അത് റിയലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനുഷ്യന് ജന്മനായി ഉള്ളതാണ്. പിന്നെ നമ്മളതിനെ ഇങ്ങനെ മറച്ചു പിടിക്കാൻ, കുഴിച്ചു മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങളും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ക്ഷണികമായ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇനി നിലനിൽപ്പുണ്ടാവില്ല. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾ യുവാക്കൾ, നിങ്ങൾ ആലോചിക്കുന്നത് ഇനി ഒന്നുമില്ല, എല്ലാ വാതിലുകളും അടഞ്ഞുപോയി എന്നാണ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. മനുഷ്യൻ്റെ ഉത്ഥാന പതനങ്ങളുടെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരുപാട് വകകളുണ്ട്. ഇതിലും വലിയ പാരതന്ത്ര്യം മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് യുഗങ്ങളായിട്ട് മനുഷ്യൻ അനുഭവിച്ചതിൻ്റെ ശേഷമാണ് ഇന്ന് പൊതുവെ കാണുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം, ആധുനിക കാലത്ത് കാണുന്ന ഈ വെളിച്ചം മനുഷ്യന് കിട്ടിത്തുടങ്ങിയത്. ഇപ്പം അത് കുറച്ചധികം കാലം കിട്ടിയപ്പോൾ ഇനി അത് ഇല്ലാതെയായി പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം മനുഷ്യനെ അടിച്ചമർത്തുന്നത് പാരതന്ത്ര്യം, ഫിലോസഫി ആയിട്ട് മനുഷ്യൻ കൊണ്ട് നടക്കുന്നത്, ഫാഷിസം വലിയൊരു ഉപകരണമായിട്ട് മനുഷ്യനെതിരെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പുതിയ കാലത്താണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വാക്ക് സ്വാതന്ത്ര്യമായതുകൊണ്ട് അതിൻ്റെ മീനിങ് കൊണ്ട് നമ്മൾ വെറുതെ വിചാരിക്കുക എന്നല്ലാതെ മനുഷ്യൻ പിന്നെയും അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് തുറന്ന് ചിന്തിക്കാൻ പറ്റില്ല എങ്കിൽ, മനുഷ്യന് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ത് കാര്യം? അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തുറന്ന് ചിന്തിക്കണം. നമ്മുടെ പാഠ്യപദ്ധതിയും അതാണ് ലക്ഷീകരിക്കുന്നത്. മനുഷ്യൻ്റെ വളരെ തുറന്നുള്ള ആലോചന, യുക്തിബോധം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് നമ്മൾ പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിക്കുന്നത് തന്നെ ഈ ഒരു കാഴ്ചപ്പാടിലാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ലിക്കൈല യക്കൂന
ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. അള്ള തന്നെയും ആളുകൾ, പടപ്പുകൾ, സൃഷ്ടികൾ ന്യായം പറഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് പ്രവാചകന്മാരെ മറുന്യായം പഠിപ്പിക്കാൻ, പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നതാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മുടെ പരിശുദ്ധ ദീനിനെ, ഇസ്ലാമിനെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മൾ കൂടുതൽ സ്വതന്ത്ര ചിന്ത ഉൾക്കൊള്ളുകയും നമ്മൾ പാരതന്ത്ര്യം ആർക്കും മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്യാതിരിക്കുകയും പാരതന്ത്ര്യത്തെ പാരതന്ത്ര്യമായി തിരിച്ചറിയുകയും ചെയ്യണം. അതിനു വേണ്ടിയാണ് ഈ ഓർമ്മ പുതുക്കൽ. ഇതിങ്ങനെ മനുഷ്യൻ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം വർഷം തോറും. അതുകൊണ്ടാണ് ഈ പ്രക്രിയ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നത്, അവരവരുടെ രാജ്യങ്ങളുടെ കാര്യത്തിൽ. ഇന്ത്യ രാജ്യം നിങ്ങൾക്കറിയുന്നത് പോലെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലാണ്. രാജ്യത്തിൻ്റെ വലിയ കാര്യം എന്ന് പറയുന്നത് വികസനമാണ്. വികസനത്തിൻ്റെ പാതയിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വികസനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യുവാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. യുവാക്കൾക്ക് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിൽ എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധി ഉപയോഗിക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുക. ചിലരിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്, ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതപ്പെടണമെന്നാണ്. നിങ്ങൾ ഒന്ന് പഠിക്കുമ്പോൾ ജീവിതകാലം ആ ഒന്ന് നിങ്ങൾക്ക് നൽകുന്ന തൊഴിലവസരങ്ങൾ ശാശ്വതമായിരിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു കോഴ്സ് പഠിച്ചു, ആ കോഴ്സ് നിങ്ങൾക്ക് എന്തോ ജീവിക്കാനുള്ള മാർഗം തുറന്നു തന്നു. ഒരു പക്ഷേ ഏതാനും സമയം കഴിയുമ്പോൾ അത് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ജീവിക്കാൻ വേറെ വഴി നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, അപ്പോൾ വേറെ ബിസിനസ് നോക്കും എന്ന് പറയുന്നത് പോലെ ഒന്ന് പഠിച്ചു, അതുകൊണ്ട് ഇനി ജീവിക്കാൻ സാധ്യമല്ല. അപ്പോഴത്തേക്ക് ഒന്ന് വെച്ച് ജീവിക്കുമ്പോൾ തന്നെ ഇത് കാലഹരണപ്പെടുമ്പോൾ പിന്നെയും ജീവിക്കണമല്ലോ. അതിനെന്ത് വഴി എന്ന് അന്വേഷിക്കുകയും ആലോചിക്കുകയും പുതിയത് പഠിക്കാൻ നോക്കുകയും, അങ്ങനെ പലതും പഠിച്ചു, അതുകൊണ്ട് കുറച്ച് കാലം ജീവിച്ചു, പിന്നെയും പഠിച്ചു, അതുകൊണ്ട് വേറെ കുറച്ചുകൂടി കാലം ജീവിച്ചു. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. രാജ്യത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്യൂൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പലരും പല കാര്യത്തിലും നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പ്രക്രിയ എന്തായാലും നടക്കും. അങ്ങനെ നടക്കുമ്പോൾ രാജ്യത്തിന് എന്ന് വെച്ചാൽ നിങ്ങൾ യുവാക്കളല്ലാത്ത സമൂഹത്തിന്, കുട്ടികൾക്കും വൃദ്ധർക്കും നിങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ. നിങ്ങൾക്ക് മാത്രമേ അതിന് പറ്റൂ. അതിനുള്ള എബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലും സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾ ഈ അവസരത്തിൽ എടുക്കേണ്ടതാണ് എന്ന് കൂടി അഭിപ്രായപ്പെട്ടുകൊണ്ട് വിനീതമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.